ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമ്മൾ ഇൻവെസ്റ്റ്മെൻ്റ് കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മിക്ക ആൾക്കാരും മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻ്റ് കാര്യം പറയാം. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് പറയാം ക്രിപ്റ്റോ. ഇപ്പോൾ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് സംഭവമൊക്കെയുള്ള സംഭവമാണ് ക്രിപ്റ്റോയ്ക്ക്. പണ്ട് കാലത്ത് മ്യൂച്വൽ ഫണ്ട് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, ഇപ്പോൾ പക്ഷേ അതൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോനും ഇതുപോലെ കുറച്ച് നെഗറ്റീവ് സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അത് ഫുള്ളി റെഗുലേറ്റഡ് അല്ല. നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെ സെബി അതുപോലെ തന്നെ ഇതുപോലത്തെ ഒരു സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് റെഗുലേറ്റഡ് സംഭവം ഈ ക്രിപ്റ്റോനും ഇല്ല. അതുകൊണ്ട് തന്നെ അതിന് കുറച്ച് റിസ്ക്കും സംഭവങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്പ് അതൊക്കെ അനുസരിച്ചിരിക്കും നമ്മുടെ റിസ്ക്കും സംഭവങ്ങളൊക്കെ. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ റീസെൻ്റ്ലി തുടങ്ങിയിരുന്നു. അതിന് ഉപയോഗിക്കുന്ന ഒരു ആപ്പ് നമ്മൾ പരിചയപ്പെടുത്താൻ വന്നത്. ഇത് പ്രൊമോഷണൽ സംഭവമൊന്നും അല്ലാട്ടോ. നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സംഭവം ജസ്റ്റ് നമുക്ക് ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം. നിങ്ങളത് ഉപയോഗിക്കുന്ന നിർബന്ധ സംഭവമൊന്നുമില്ല. പക്ഷേ നമ്മുടെ ഇക്കണോമിക്സ് ടൈംസ് നമ്മുടെ നമുക്കറിയാം ഗ്രൂപ്പ്, ഇക്കണോമിക് ടൈംസ് ഗ്രൂപ്പ്, അവരൊക്കെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അവരൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ആപ്പാണ്. മഡ്രെക്സ് എന്നാണ് പേര്. കുറേ പേര് MUDREX ആണ്. അത് കുറേ ടൈപ്പ് പ്രൊണൗൺസിയേഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ആപ്പിനെ കുറിച്ച് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നുണ്ട്. പ്രൊമോഷനല്ല, ഞാൻ ഓൾറെഡി എടുത്ത് പറയാണ്. ഇതിൽ നമുക്ക് ഞാൻ ആക്ച്വലി ഇപ്പോൾ ഇതിൽ ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്ന ഒരു $15-20 സംതിങ് നമ്മളിതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നമ്മളിത് ട്രേഡിംഗ് അല്ല, ക്രിപ്റ്റോ ട്രേഡിംഗ് അല്ല, ഇത് ആക്ച്വലി ക്രിപ്റ്റോ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമ്മുടെ മ്യൂച്വൽ ഫണ്ട് പോലെ ഇതിൽ കുറച്ച് സെറ്റ് ഓഫ് എന്താ പറയുക എക്സ്പേർട്സ് നമ്മുടെ ഇതുപോലെ തന്നെ മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത് ഒരു ബക്കറ്റ്സ് ഓഫ് ഷെയർസ് ആണല്ലോ, സ്റ്റോക്സ് ആണല്ലോ. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്രിപ്റ്റോ കോയിൻസുകൾ ഗ്രൂപ്പ് ഓഫ് എടുത്തിട്ട് അവർ ഇതുപോലെ തന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാണ്. കോയിൻ സെറ്റ് എന്നാണ് അവർ പറയുന്നത്. ഞാൻ അതിൻ്റെ സംഭവത്തിൻ്റെയൊക്കെ നമുക്കിവിടെ ഒരു സ്ക്രീൻഷോട്ട് സംഭവം കൊടുക്കാം. ഞാൻ അതിലൊരു സെറ്റ് ഓഫ് എന്താ പറയുക കോയിൻ സെറ്റിലാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ക്രിപ്റ്റോ ബ്ലൂ ചിപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 5 എന്ന് പറഞ്ഞിട്ടൊരു ഒരു സെറ്റ് ഓഫ് കോയിൻസിലാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്കിത് ആക്ച്വലി വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്, SIP ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ക്രിപ്റ്റോൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഭയങ്കര ചിലപ്പോൾ പ്രതീക്ഷിക്കാണ്ട് ഭയങ്കര റിട്ടേൺസ് സംഭവമൊക്കെ തരും. ഇപ്പോൾ തന്നെ അവർ കാണിക്കുന്നത് നിങ്ങൾക്ക് എവിടെ കാണുന്നുണ്ട്, ഇത് സ്ക്രീനിൽ കാണുന്നതെന്ന് അറിയില്ല. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും 13.4% റിട്ടേൺ കാണിക്കുന്നത്. പക്ഷേ ഇത് ഒരു എന്താ പറയുക ചിലപ്പോൾ ഭയങ്കരമായിട്ട് താഴാനും വഴിയുണ്ട്. അത് നിങ്ങൾക്കറിയായിരിക്കും. അത് മ്യൂച്വൽ ഫണ്ടിനുണ്ട്. ഇപ്പോൾ സ്മോൾ ക്യാപ്സിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ലോണം താഴ്ന്നു പോകാനും ചാൻസ് കൂടുതലാണ്. ഇതിനും അങ്ങനത്തെ ഒരു പരിപാടി ഉണ്ട്. പക്ഷേ ഈ സാധനത്തിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ നമ്മൾ മ്യൂച്വൽ ഫണ്ടൊക്കെ നോക്കുമ്പോൾ നമുക്ക് മാക്സിമം ഒരു 20% ഒക്കെയാണ് റിട്ടേൺ തരിക. ഇപ്പോൾ ഷെയറൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാക്സിമം 50% വരുന്നിരിക്കും. ഇത് പക്ഷേ നമുക്ക് ഒരു ലിമിറ്റേഷൻസ് ഇല്ല. ഇത് ഏത് നേരം ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഉണ്ട്, നമ്മൾ കുറച്ച് മുമ്പ് കണ്ടത് 16%, 13% ഇപ്പോൾ 8% കണ്ടു. ഭയങ്കരമായിട്ട് വേരിയേഷൻ വരും. ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഇപ്പോൾ ഒന്നും ചെയ്യും. അപ്പോൾ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം ഉണ്ടാകും. ഇത് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ടിൽ കാണുന്ന പോലെ തന്നെ 6 മാസത്തിലെ റിട്ടേൺ ഉണ്ട്. നിങ്ങൾക്ക് ആ ആപ്പിൽ കാണുന്നുണ്ട്. ഇത് മഡ്രെക്സ് ആപ്പാണ്. ഞാൻ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് നമ്മളെ കൂടെ കൊടുക്കാം. ഇതിൽ നമുക്ക് റെക്കറിങ് പേയ്മെൻറ്റ്സ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. അതായത് SIP വേണ്ടി ചെയ്യാം വേണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ വൺ ടൈം ആയിട്ടും ചെയ്യാം. ഞാൻ SIP ചെയ്യുന്നില്ല, വൺ ടൈം ആയിട്ട് ചെയ്യുന്നത്. നമ്മൾ എല്ലാ മാസവും 1000, അതായത് $ലാണ് ഇത് ഫുൾ ഇൻവെസ്റ്റ്മെൻറ്റ് സംഭവം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഇതിൽ എന്താ പറയുക $2028-30 ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ എനിക്കാണെങ്കിൽ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 2-3 ആഴ്ച ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റിട്ടേൺ സംഭവമൊക്കെ വരുന്നുണ്ട്. പിന്നെ കോയിൻസിലാണ് ഇപ്പോൾ ഞാൻ ഇട്ടേക്കുന്ന കോയിൻസ് ഏതൊക്കെ കോയിൻസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അബൌട്ട് ക്രിപ്റ്റോ ബ്ലൂ ചിപ്പ് എന്ന് ചോദിച്ചാൽ നമുക്ക് നോർമൽ മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ നമ്മുടെ മ്യൂച്വൽ ഫണ്ട് ഉള്ളിൽ നമ്മൾ ഏതൊക്കെ കമ്പനികളുണ്ടെന്നൊക്കെ നമ്മൾ നോക്കില്ല. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് മെജോറിറ്റി വന്നേക്കുന്നത് ലാർജ് ക്യാപ്സിലാണ്. അതായത് ഇവരുടെ ലാർജ് ക്യാപ് എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെ കോയിൻസാണ്, ബിറ്റ് കോയിൻസ്, എതേറിയം, ബിനാൻസ് കോയിൻസ്, റിപ്പിള്, ഇതിൻ്റെ ഹോൾഡിങ്സ് മെയിൻ സംഭവമൊക്കെ വന്നേക്കുന്നത് 50% വന്നേക്കുന്നത് ബിറ്റ് കോയിൻസിലാണ് കേട്ടോ. ബിറ്റ് കോയിൻസ് അറിയാം. പിന്നെ ഒരു ബിറ്റ് കോയിന് നമുക്കിപ്പോൾ എനിക്ക് തോന്നുന്നത് എത്ര രൂപയാണ് നോക്കട്ടെ, ഭയങ്കര വിലയാണ് ഒരു ബിറ്റ് കോയിന്. ഇപ്പോൾ 3 ലക്ഷത്തി അതോ 39 ലക്ഷം, ഇതെത്രയാ 30,000 38 lakhs ഒരു ബിറ്റ് കോയിനോ. അപ്പോൾ അതിൻ്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് US സ്റ്റോക്സ് വാങ്ങിക്കുന്ന പോലെ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ ഇന്ത്യൻ സ്റ്റോക്സിൽ വാങ്ങിക്കുന്ന പോലെ ഒരു ഷെയർ വാങ്ങിക്കണം എന്നില്ല. നമുക്ക് അതിൻ്റെ എത്ര കാശാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അതിൻ്റെ ചെറിയ ശതമാനം നമുക്ക് കിട്ടും. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ബിറ്റ് കോയിൻ വാങ്ങിക്കണമെങ്കിൽ 38 ലക്ഷം കൊടുക്കണം എന്നില്ലാന്ന്. അതിൻ്റെ നമുക്ക് ഇപ്പോൾ 500 രൂപയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ബിറ്റ് കോയിൻ വാങ്ങിക്കാൻ പറ്റും. അതാണ് ആക്ച്വലി ഒരു ക്രിപ്റ്റോൻ്റെ ഒരു പ്ലസ് പോയിന്റ്സ്. അത് നമുക്ക് നമ്മുടെ US സ്റ്റോക്സിനും ഉണ്ടാകും പ്ലസ് പോയിന്റ്. അതൊരു നല്ല പരിപാടിയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇത് നമുക്ക് എനി ടൈം വിഡ്രോവലാണ്. നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനോ ചാർജ് സംഭവങ്ങളൊക്കെ ഇല്ല. നിങ്ങൾക്ക് കൂടെ ഫീസും കാര്യങ്ങളൊക്കെ കൂടെ കാണിക്കുന്നതായിരിക്കും. ഞാൻ തന്നെ സ്ക്രീൻഷോട്ട് സംഭവം കൊടുക്കാം. ഇൻവെസ്റ്റ്മെൻറ്റിന് നമുക്ക് 0 നോ ചാർജാണ്. അതുപോലെ റിഡക്ഷൻസ് നമുക്ക് 0 ചാർജാണ്. പക്ഷേ ഒരു മാസത്തിനുള്ളിൽ റിഡീം ചെയ്യണമെങ്കിൽ നമുക്ക് 1% പിടിക്കും. അതിന് ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് ചാർജ് ഒന്നുമില്ല.
നിങ്ങൾക്ക് ഇത് റീബാലൻസ് ചെയ്യണമെങ്കിൽ 0.25% ചാർജ് വരുന്നുണ്ട്, വേറെ ഒന്നുമില്ല. അപ്പോൾ അവർ FAQ സെക്ഷനാണ് അവർ ചോദിച്ചിട്ടുണ്ട്, ഹൗ ഈസ് ദ ഫീ റിഡക്റ്റ് എന്ന് അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഓർ റിഡംഷൻ ഫീസ് ഇസ് ചാർജ് ഫ്രം ദ ഇൻവെസ്റ്ററിൻ്റെ അറ്റ് ദ ടൈം ഓഫ് ട്രാൻസാക്ഷൻ ഫ്രം ദർ മുഡ്രക്സ് ഫണ്ടാണ്. ആ പേര് നിങ്ങൾ നോക്കണം, നിങ്ങൾ കുറേ പേര് ഡിഫറെൻറ്റ് പ്രൊണൗൺസിയേഷൻ വരിക. അപ്പോൾ വൈൽ ദ റീബാലൻസ് ഫീസ് ഓട്ടോമാറ്റിക്കലി ഡിഡക്റ്റഡ് ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു മ്യൂച്വൽ ഫണ്ട് ലോങ് ടൈം ഹോൾഡിംഗ് എന്നൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. ഞാൻ ആക്ച്വലി അത്യാവശ്യം ഒരു ഷോർട്ട് ടേം പോലെ ഒരു 6 മാസം 1 year ഒക്കെ നോക്കാൻ വെച്ചിട്ടാണ് ഞാൻ ഇതിൽ തുടങ്ങിയത്. എന്താ വെച്ചാൽ നമുക്കിത് ഭയങ്കരമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഭയങ്കര വേരിയേഷൻ വരും. അതായത് ഭയങ്കരമായിട്ട് ചിലപ്പോൾ കൂടും, ആ ടൈമിലേക്ക് വിൽക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ലാഭം കിട്ടും കേട്ടോ. അതാണ് ക്രിപ്റ്റോൻ്റെ ഒരു ഗുണം. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു കോയിൻ വാങ്ങിച്ചിടത്തിന് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും അതിന് റിസ്ക് കൂടുതലാണ്. നമ്മുടെ സ്റ്റോക്ക് വാങ്ങിക്കുന്ന പോലെ ഇതുപോലെ സെറ്റ് ഓഫ് കോയിൻ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് റിസ്ക് കുറവാണ്. അപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ റിട്ടേൺ കണക്കാക്കുന്നത് ഇപ്പോൾ നോക്കി ഇതിപ്പോൾ ഈ സാധനം ഇപ്പോൾ ആദ്യം തിരിച്ച് 13.4% റിട്ടേൺ. ഇതിന് ഭയങ്കര വേരിയേഷൻ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു പരിപാടി എനിക്ക് തോന്നി. ഞാൻ എന്തായാലും റെക്കമെൻഡേഷൻ സംഭവമൊന്നുമല്ല, ഞാൻ ഇപ്പോൾ ട്രൈ നോക്കി നിങ്ങൾക്ക് ഇവിടെ ഇവരുടെ ആപ്പിൽ തന്നെ കാണാൻ വേണ്ടു, ട്രസ്റ്റഡ് ക്രിപ്റ്റോ പാർട്ണർ ഓഫ് ഇക്കോണോമിക് ടൈംസ് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ. അപ്പോൾ അത്യാവശ്യം ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ആപ്പ് തന്നെയാണ് ഇക്കോണോമിക് ടൈംസ് ഗ്രൂപ്പ് എന്ന് പറയാൻ നിങ്ങൾക്കായിരിക്കും. നമ്മുടെ എന്താ പറയുക ന്യൂസ് പേപ്പർ ഗ്രൂപ്പും സംഭവമൊക്കെയാണ്. അപ്പോൾ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ് തന്നെയാണ്. പിന്നെ ഞാൻ ഓൾറെഡി എടുത്ത് പറയണം, ഞാൻ ഇത് പ്രൊമോഷണൽ സംഭവമൊന്നുമല്ല കേട്ടോ. ഞാൻ എന്തായാലും താഴെ ലിങ്ക് കൊടുക്കാം, നമ്മുടെ റെഫറൽ ലിങ്ക് നോർമൽ നമ്മുടെ ഇവർ ആപ്പിൽ കൊടുക്കുന്ന റെഫറൽ ലിങ്കാണ് നമ്മൾ താഴെ കൊടുക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ റെഫറൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് റെഫർ ചെയ്യാൻ പറ്റും. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക, അവരുടെ 2% പോർട്ട്ഫോളിയോയുടെ ഏർണിങ്സ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ഒരു ബെനിഫിറ്റ് നമ്മൾ ഒരു എന്താ പറയുക റെഫറൽ പ്രോഗ്രാം അവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു ലിങ്കാണ് നമ്മൾ ഇടാൻ പോകുന്നത്, അല്ലാണ്ട് പ്രൊമോഷൻ ലിങ്ക് സംഭവം എല്ലാം ഇടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നോക്കാൻ മറക്കണ്ട, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അവരോട് കൊടുത്തിട്ടുണ്ട്. അതായത് നിങ്ങളുടെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എന്താ പറയുക റെഫർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ പോർട്ട്ഫോളിയോൻ്റെ 2% കിട്ടും കേട്ടോ. അതാണ് സംഭവം. അപ്പോൾ ഇതാണ് നമ്മുടെ മുൺറോ ആപ്പ്. ഇതിൻ്റെ പേര് ഒരു വൃത്തിയട്ട പേരാട്ടോ സത്യം പറഞ്ഞാൽ, നല്ല ഈസി പേര് കിട്ടാൻ പോരെ. അപ്പോൾ ഇത് എന്തായാലും നിങ്ങളൊന്ന് ഈ ആപ്പൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് നോക്കാം പറ്റുകയാണെങ്കിൽ അതങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ എന്തായാലും നേരത്തെ പറഞ്ഞ പോലത്തെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെടുക ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അടുത്ത കാണാം. ബൈ.